എവരിവൺ, കിഷ്കിന്ധ കണ്ണം എന്ന ഏറ്റവും പുതിയ ചിത്രം തിയേറ്ററിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റോറിനെ കുറിച്ചും ഡയറക്ഷനെ കുറിച്ചും മേക്കിങ്ങിനെ കുറിച്ചും എല്ലായിടത്തും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ചിത്രത്തിൻ്റെ VFX. അപ്പോൾ അത് ചെയ്ത നമ്മുടെ സ്വന്തം പിക്ടോറിയൽ എഫക്ട്സിൻ്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവരുടെ എങ്ങനെയായിരുന്നു കിഷ്കിന്ധ കണ്ണത്തിൻ്റെ വിശേഷം, അങ്ങനെ ഇവരുടെ വിശേഷം ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ VFX സൂപ്പർവൈസർ ആയിട്ടുള്ള നിതിൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നിതിനോട് ചോദിക്കാം ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു പേര് തന്നെ പിക്ടോറിയൽ എഫക്ട്സ്, എങ്ങനെയാണ് ആ പേരിലേക്കുള്ളൊരു? നമ്മൾ ഇതിന്റെ ഫുൾ മീനിങ് പിക്ചർ ടു റിയാലിറ്റി എന്നാണ്. അപ്പോൾ ഫൈനാൻസിലുള്ള ഒരു വേർഡാണത്. അങ്ങനെയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്, പിക്ടോറിയൽ എഫക്ട്സ് എന്നുള്ളത്. പിക്ചർ ടു റിയാലിറ്റി, അതെ. VFXന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ടാഗ് ലൈൻ അതിന് കൊടുക്കുമ്പോൾ അതിന് അത്രത്തോളം നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. അതെ, ഞങ്ങൾ അങ്ങനെ റിയാലിറ്റിക്ക് കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും നമ്മൾ ലൈവ് ആക്ഷൻ ഫിലിംസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന മൂവീസിലും ലൈവ് ആക്ഷൻ മൂവി എന്ന് പറഞ്ഞാൽ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള VFX വർക്കാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതും. പിന്നെ സൂപ്പർവിഷൻ ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡയറക്ഷൻ്റെ ഭാഗം തന്നെയാണ് സൂപ്പർവിഷൻ വരുന്നത്. അപ്പം ഞങ്ങൾ ചെയ്ത പടമാണെങ്കിൽ ജല്ലിക്കെട്ട്, മഹാവീര്യർ, മലൈക്കോട്ടെ വാലിബൻ, നന്ദകൾ നേരത്തെ മഴക്കും, ഇപ്പം ഫീനിക്സ്, ഫാലിമി, ഇപ്പം കിഷ്കിന്ധ കണ്ടോ, അതൊക്കെ ഒരു റിയലിസ്റ്റിക് സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പേരിലേക്ക് ഒരു എന്താ പറയുക, ഒരു VFX അത് റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അങ്ങനെയാണ് നമ്മൾ പിക്ചർ ടു റിയാലിറ്റി ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത്. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കൂടുതലായിട്ടൊരു VFXന് ഇമ്പോർട്ടൻസ് വരുന്ന സിനിമകളിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൂസ് ചെയ്യാറില്ല. പക്ഷെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന VFX അല്ല CG ഈ ഇടയായിട്ടാണ് മലയാളത്തിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, റിമൂവൽസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന CG നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഫീനിക്സ് ആണെങ്കിലും വാലിബൻ ആണെങ്കിലും മഹാവീര്യർ ആണെങ്കിലും ഇപ്പം കിഷ്കിന്ധ കണ്ടിട്ട് തന്നെ ചെറിയ എന്താ പറയുക, ഒരു കടന്നു പോകുന്ന മാനസികത, അങ്ങനത്തെ ഇമോഷൻസിനൊക്കെ നമുക്ക് വിഷ്വലി എങ്ങനെ കൊണ്ടുവരാം അതൊക്കെ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യമൊക്കെ നമുക്ക് എന്താ പറയുക, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എഡിറ്റർ റെഫറൻസിലാണ് നമ്മളും കാണുന്നത് ഇതിലെന്തൊക്കെ CG ഉണ്ടെന്നുള്ളത്. ഇപ്പം പ്രീ പ്ലാനിങ് തന്നെ സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ ഇരിക്കും, എന്നതാണ് VFX വരുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ തന്നെ സ്റ്റുഡിയോ ഫ്ലോറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ട്രെയിനിൽ യാത്രയാണെങ്കിൽ ഷാഡോ പാസിങ്ങും അല്ല എങ്ങനെയാണ് അതിൻ്റെ നൈറ്റ് ആണോ ട്രാവൽ ചെയ്യുന്നത്, അപ്പോൾ ലൈറ്റ് പാസിങ് എങ്ങനെയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഷൂട്ടിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. ഒരു 50% ഷൂട്ടിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ CG ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഇൻട്രാക്ഷൻ ചെയ്യുന്ന ലെയേഴ്സൊക്കെ നമ്മൾ ലൈവ് ഷൂട്ടിൽ തന്നെ നമ്മൾ സൂപ്പർവിഷൻ ചെയ്ത് എടുക്കാറുണ്ട്. മാക്സിമം റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ടിൽ തന്നെ ശ്രദ്ധിക്കും. അപ്പോഴാണ് VFX സൂപ്പർവൈസർ ആവശ്യം അവിടെ വരിക. ഏറ്റവും കൂടുതലായിട്ട് VFX ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള സിനിമ ചെയ്തതിൽ ഇപ്പം മഹാവീര്യർ ആണെങ്കിലും ഫീനിക്സ്, മലൈക്കോട്ടെ വാലിബനിൽ അദ്ദേഹം CG ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഹലോ മമ്മിയും പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് പോകുന്നുണ്ട്, അതും സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന CG ഉണ്ട്. ഇപ്പം ഇപ്പോഴാണ് മലയാളത്തിൽ ഇങ്ങനെ എന്താ പറയുക, CGക്ക് ഭയങ്കര പ്രാധാന്യമുള്ള കണ്ടന്റ് സ്ക്രിപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണല്ലോ. അങ്ങനെ ഇപ്പൊ എനിക്ക് കിഷ്കിന്ധ കണ്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. എങ്ങനെയാണ് ആ പ്രൊജക്റ്റിലേക്കുള്ള ഒരു എൻട്രി ആൻഡ് എന്താണ് ഇപ്പോൾ ആൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക്? ഇതില് എന്റെ ഡയറക്ടർ ദിൻജിത്തേട്ടൻ, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. ദിൻജിത്തേട്ടനും ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്ത് വന്ന ആളാണ്. ഒരു VFX തന്നെ ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ട് നിന്ന ആളാണ്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും വെല്ലുവിളിയായിരുന്നു. ടെക്നിക്കലി അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് അറിയാം അതിനെപ്പറ്റി. പ്രത്യേകിച്ച് ബാഹുലാണെങ്കിൽ കൂടി VFXൽ നല്ല എന്താ പറയുക ബോധ്യമുണ്ട് അവർക്ക്, നല്ല എങ്ങനെ വേണം. പിന്നെ അവരെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ടീം വർക്കാണല്ലോ. അപ്പം നമ്മൾ അവരെ ഒരു എന്താ പറയുക, ഒരു ഇൻപുട്ട് കിട്ടുന്ന ടൈമിൽ നമുക്കൊരു അറിവാണ് പുതിയൊരു കാര്യം ചെയ്യുക. അങ്ങനെ അതെ, ബാഹുലിൽ തന്നെയാണ് ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പടം, വെബ് സീരീസ് കേരള ക്രൈം ഫയലിന്റെ സ്ക്രിപ്റ്റും ബാഹുലാണ്. അപ്പം ബാഹുലിന് ഇതിന് എന്താ പറയുക കറക്റ്റ് ബോധ്യമുണ്ട് അവൻ എന്താണ് ഡീറ്റെയിൽ വേണ്ടതെന്നുള്ളത്. അപ്പം പ്രത്യേകിച്ച് പുള്ളിക്ക് മെയിനായിട്ട് പക്ക റിയലിസ്റ്റിക് ആയിട്ട് വേണം എന്നുള്ളൊരു, അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിലിങ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ട്രെയിന് ഗ്രീൻ സ്ക്രീൻ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ വിൻഡോ അടഞ്ഞിരിക്കണം, വിൻഡോൻ്റെ സൈഡിൽ ഉണ്ടാവുന്ന ചെറിയ ഡീറ്റെയിലിംഗ് ഉൾപ്പെടെ, ഒരു പെയിന്റ് എല്ലാം പൊളിഞ്ഞ് നിൽക്കുന്ന അത്രയ്ക്കും ഡീറ്റെയിലിംഗ് ഉൾപ്പെടെ ബാബു ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കും പുതിയൊരു പഠനമാണല്ലോ. അപ്പം ഞങ്ങളും ചേർന്ന് നല്ലൊരു ഔട്ട്പുട്ട് മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട്.
റെസ്പോൺസ് എങ്ങനെയാണ്? അയ്യോ, അത് ഭയങ്കര സന്തോഷമാണ്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എത്രയോ മുകളിലാണ് ഇപ്പം എന്താ പറയുക കിഷ്കിന്ധ പോയി നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷമാകുന്ന കാര്യമാണ്. ഞങ്ങളെയും പലരും വിളിക്കുന്നു. അത് ഭയങ്കര സന്തോഷം. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ സുജിത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ VFX ഒന്നും ആദ്യം നമ്മുടെ മലയാളത്തിൽ അത്രയൊക്കെ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ VFXനായിട്ട് എന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടീവ്? സത്യത്തിൽ ഞാൻ ഫസ്റ്റ് മുംബൈ പ്രൈം ഫോക്സിലായിരുന്നു ബോംബെയിൽ 2010. അപ്പം തുടങ്ങിയാണ് നമ്മളെ കരിയർ. അപ്പം കൊച്ചിയിലെത്തുന്ന ടൈമിൽ വളരെ കുറച്ച് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഡിജിറ്റൽ കാർവിംഗ് എന്ന സ്റ്റുഡിയോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പടം ആമേനായിരുന്നു. അവിടുന്ന് ലിജോട്ടനായിട്ടുള്ള ബന്ധപ്പം മലൈക്കോട്ടെ വാലിബൻ വരെ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത പടങ്ങളാണ്. നൻപകൽ നേരത്തെ മയക്കം, ജല്ലിക്കെട്ടിലാണെങ്കിലും മലൈക്കോട്ടെ വാലിബൻ അടക്കം. പക്ഷേ ഫസ്റ്റ് ആമേൻ, പിന്നെ ഓം ശാന്തി ഓശാന അതുപോലത്തെ പടങ്ങൾ ഞാൻ വേറൊരു കമ്പനിയിലായിരുന്നു VFX സൂപ്പർവൈസറായിട്ട്. അപ്പോഴൊക്കെ സാധ്യത വളരെ കുറവായിരുന്നു CGയുടെ. ഇല്ലാന്നല്ല, പക്ഷേ ഇതുപോലെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന CGകൾ അല്ലെങ്കിൽ VFXന് വേണ്ടിയിട്ട് സൂപ്പർവൈഷന് നിർബന്ധമായിട്ടും വരണം അങ്ങനെയൊന്നും പറയില്ല. നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തരിക ചെയ്യാം. അപ്പോൾ അതെന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഷൂട്ടിൻ്റെ ടൈമിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ ഷൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്തെടുക്കാനുള്ളത്. അതിനുശേഷം നമ്മളെ സ്ക്രിപ്റ്റിൽ തന്നെ വിളിക്കാൻ തുടങ്ങി. സ്ക്രിപ്റ്റ് പ്രീ പ്ലാനിങ് തന്നെ CGൻ്റെ ഒരു സൂപ്പർവൈസറേയും കൂടി വേണം. സ്ക്രിപ്റ്റിൽ എന്തൊക്കെയുണ്ട് CG വരുന്ന ഭാഗങ്ങൾ, അതിൽ നമുക്ക് ഷൂട്ടിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കാം, അങ്ങനെയൊക്കെ ഭയങ്കര ഞങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ കമ്പനിയുടെ സ്റ്റാർട്ടിങ് വന്നിട്ട് 2016 2014 സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന പടത്തിൽ വിനോദ് ഇല്ലംപള്ളി, പിന്നെ എഡിറ്റർ ലിജോട്ടൻ, പിന്നെ പ്രൊഡ്യൂസേഴ്സാണ് ഡയറക്ടർ ജക്സൺ ആൻഡ് രജിസൺ, അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു പ്രൊജക്റ്റിന് അവർ ഭയങ്കര അതിലൊരു ഫുൾ ട്രെയിൻ യാത്രയാണല്ലോ. അത് ഓൾമോസ്റ്റ് എല്ലാം ഗ്രീൻ സ്ക്രീനിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചലച്ചിത്രം ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിലായിരുന്നു. ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. അവിടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ക്രിയേറ്റീവ് ആയിട്ടൊരു സ്പേസും നമ്മളെ ആർട്ടിസ്റ്റ് ഞങ്ങൾ ഫുൾ ടൈം ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ എൻവയോൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മഹാവീര്യൻ്റെ ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള അനീസ് നാടോടി, വേറെയും കുറേ പടങ്ങളുണ്ട്, പക്ഷേ മഹാവീര്യൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. അപ്പം അനീസ് നാടോടിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഇന്റീരിയർ പരിപാടി. ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും ആളെന്നെ എടുത്തതാണോ അതോ നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ ഒരു കുറെ പാറകളും ഒരു ഗുണാക്കേവ് സെറ്റപ്പിലേക്ക് എത്തിയിട്ടുണ്ട്? ഇതില് നമ്മള് ഒരുപാട് ഓപ്ഷൻസ് നോക്കി. അപ്പൊ അതിനുള്ള ലിമിറ്റേഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു, സ്ഥലപരിമിതികൾ കാരണവും മറ്റു കാരണങ്ങളായിട്ട്. അപ്പൊ അതിൽ ഞങ്ങള് അനീസിനെയാണ് ഇത് എനിക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെ ഒരു സംഭവം പിടിച്ചാലോ എന്ന് ചോദിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് ചെയ്യായിരുന്നു. ഇവിടെ വരുന്നവർക്ക് ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ കയറി വരുമ്പം ആ ഒരു ഫീല് കിട്ടുന്നില്ല, പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ പെട്ടെന്നൊരു പുറത്തുനിന്ന് കാണുന്ന ഒരു സംഭവം എല്ലാവരും പറയാറുണ്ട്. ഈ ഫുൾ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ ആളും ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒക്കെ വലിയ 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 സിനിമകളാണ്. ശരിക്കും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നണം, ഇങ്ങനെ ഇപ്പോ വാലിബൻ പോലെ അങ്ങനെ ജല്ലിക്കെട്ട് പോലെയൊക്കെ സിനിമകൾ ചെയ്തുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കൂടുതൽ നമുക്ക് റിപ്പീറ്റഡ് ക്ലയൻസാണ് വരുന്നത്. ഇപ്പൊ ഒരു ഡയറക്ടർ പടം തന്നെ അടുത്ത് കിട്ടുക എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് മാക്സിമം അവരുമായിട്ട് എന്താ പറയാ ഭയങ്കര ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഞങ്ങൾ ടീം മുഴുവൻ ഇത് ഒരാള് ഞാനതിനെ എന്താ പറയാ ഇവരൊക്കെ ഒരു ഇതായിട്ട് സംസാരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ VFX എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഒരു ടീം വർക്കാണ്. അപ്പൊ ഞങ്ങൾ ടീം മുഴുവൻ ഭയങ്കര ആത്മാർത്ഥത്തോട് കൂടിയിട്ട് അവർക്ക് വേണ്ട ക്വാളിറ്റി മാക്സിമം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് റിപ്പീറ്റായിട്ട് അവിടെ അടുത്ത പ്രൊജക്റ്റ് നമ്മൾ തന്നെയാണ് ചെയ്തു വരുന്നത് ഒട്ടുമിക്കപ്പോഴും. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് അത് അവർ വേറൊരാളോട് പറയും, അവരും നമ്മളോട് അങ്ങനെ ഇതാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതും സെക്ഷൻ ആയിട്ടാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ വർക്കിങ്ങിന്റെ പ്രോസസ്സ്? അതെ, ഇതിൽ വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നതിൽ 3D ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. പിന്നെ ലൈവ് ആക്ഷൻ മീൻസ് VFX എന്ന് പറഞ്ഞാൽ 2D വരുന്നത് റോട്ടോ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതായത് പെർ സെക്കൻഡിൽ 24 ഫ്രെയിംസ് ആണല്ലോ നമുക്ക് കൂടുതലായിട്ടും ഫിലിംസിൽ കാണുന്നത്. പിന്നെ അഡ്വർടൈസ്മെന്റ് ഇതിനനുസരിച്ച് മാറും. എന്നാൽ കൂടി 24 ഫ്രെയിംസിൽ പെർ ഫ്രെയിം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് റോട്ടോ എന്ന് പറയുന്നത്. സിംഗിൾ ഫ്രെയിമിൽ പിക്ക് ചെയ്തെടുക്കുന്നതാണ് ഗ്രീൻ സ്ക്രീൻ, ബ്ലൂ സ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഓരോ ഷോട്ടിനും അതിൻ്റെ ലൈറ്റിങ്ങിനനുസരിച്ച് മാറും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് മുതൽ റോട്ടോ, പിന്നെ ഉള്ളത് പെയിന്റ് ആണ്, പ്രെപ്പ്, VG പ്രെപ്പ് എന്ന് പറയുന്നത്. റിമൂവൽസ് എല്ലാം കാണുന്നുണ്ടോ, ഫൈറ്റിൻ്റെ ഉള്ള റോപ്പ് റിമൂവ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് കോമ്പോസിറ്റിങ്,
ലാസ്റ്റ് എല്ലാം കോംബ് ചെയ്യുന്നത്. പിന്നെ 3Dയിൽ കുറേ ഡിപ്പാർട്ട്മെന്റ് 3D ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് മോൾഡ് ചെയ്തിരിക്കുന്ന മോഡലിംഗ്, ടെക്സ്ചറിങ്, റിഗിങ്, ലൈറ്റ്, ഫൈനലായിട്ട് കോമ്പോസിറ്റിംഗ്, അങ്ങനെ 3Dയിലും ആനിമേഷനും അതെല്ലാം 3Dയിൽ വരുന്നതാണ്. അപ്പോൾ 2-3 ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു ലാബ് പോലെ സെറ്റ് ചെയ്തേക്കല്ലേ ഇവർക്ക് വേണ്ടിയിട്ട്? അതെ, ഇവിടെയാണോ ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ ടീം സെറ്റ് ചെയ്തിട്ടൊന്നും എല്ലാ ടീമും ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുന്ന് ക്വാളിറ്റി ചെക്കിംഗ്, QC ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് നടക്കുന്നുണ്ട്. അതിൽ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ക്രിയേറ്റീവ് ഹെഡ് ഉണ്ട്, പിന്നെ മോഷൻ ഗ്രാഫിക്സ് ഹെഡ് ഉണ്ട്. അങ്ങനെ അവിടെ പ്രിവ്യൂ റൂമാണ് വരുന്നത്. ഇപ്പം ക്ലയന്റിന് അവിടെ പ്രൊജക്ടർ സ്ക്രീൻ ഉണ്ട്. അപ്പം എന്താ പറയുക, ചെറിയ മോണിറ്ററിൽ നിന്ന് കാണുന്നതും വലിയൊരു സ്ക്രീനിൽ നിന്ന് കാണുന്നതും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആ വ്യത്യാസം ഡീറ്റെയിലിംഗിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊജക്ടർ സ്ക്രീൻ അവിടെ ഉണ്ട് വലുതായിട്ട്. ഒരു പ്രൊജക്ടർ റൂം ഉണ്ട്, പിന്നെ ഒരു മീറ്റിംഗ് റൂം ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ കിഷ്കിന്താഗണത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിന്റെ ഡയറക്ടറുടെ ദിഞ്ചിത്തേട്ടന്റെ മുമ്പത്തെ കക്ഷി മണിപ്പിള്ള അതും നമ്മളായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത പ്രോജക്റ്റ് അതാണ് റിപ്പീറ്റഡ് ക്ലയൻസ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പ്രോജക്റ്റ് കിഷ്കിന്താഗണത്തിന്റെ ഭാഗമായി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ബേസിക്കലി, ദിഞ്ചിത്തേട്ടൻ ഡയറക്ടർ. അതുകൊണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പുള്ളിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഉറപ്പായിട്ടും. നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് മാത്രമേ ലാംഗ്വേജസ് ഇപ്പൊ വരുന്നുണ്ടോ? ഇപ്പൊ അമരൻ പറഞ്ഞിട്ട് ശിവകാർത്തികന്റെ തമിഴ് പ്രോജക്റ്റിന്റെ ഒരു പാട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെന്നൈയിൽ അടുത്ത മാസം 1-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പുതിയ തുടക്കം. എന്തൊക്കെയാണ് ഇനി വരുന്ന വേറെ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് ഇറങ്ങാനിരിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് കേരള ക്രൈം ഫയൽ. ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഹലോ മമ്മിയും പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട്. അപ്പോൾ ഹലോ മമ്മിയിൽ ഒരുപാട് CG ഉണ്ട്, മീൻസ് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് വർക്ക് ഉണ്ട് അതിൽ. അപ്പോൾ അത് വലിയൊരു എന്താ പറയുക, ഒരുപാട് CG ഉള്ളതുകൊണ്ട് തന്നെ വേറെ വർക്കുകളൊന്നും ഇപ്പം തൽക്കാലം എടുത്തിട്ടില്ല. അത് തന്നെ മെയിനായിട്ട്. പിന്നെ കേരള ക്രൈം ഫയലും പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു വർക്കിന്റെ രീതി ഇന്റേൺഷിപ്പ് ആളുകൾ വരുന്നുണ്ടോ അതോ ഓൾറെഡി ഉള്ള എംപ്ലോയീസ് തന്നെയാണോ? ഓൾറെഡി ഉള്ള എംപ്ലോയീസ് തന്നെയാണ്. ഇന്റേൺഷിപ്പ് നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഇന്റേൺഷിപ്പ് നിലവിലില്ല. അതിന്റെ സ്പേസും പരിപാടികളായിട്ട് നമ്മൾ മുന്നോട്ട് അത് നോക്കുന്നുണ്ട്. ഒരു അക്കാദമി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പരിപാടി സെറ്റ് ചെയ്യണം. അതെ 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 ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. VFXനെ കുറിച്ചും നമുക്ക് നമ്മുടെ പിക്ടോറിയൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് മനസ്സിലായി. പുതിയ സിനിമകളെ കുറിച്ചും അപ്പോൾ വരുന്ന എല്ലാ പ്രോജക്റ്റും അടിപൊളിയായിട്ട് ഇപ്പൊ കിഷ്കിന്താഗണ്ഡം പോലെ തന്നെ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.